പല മുദ്രാവാക്യങ്ങൾ, സമരമുറകൾ, ഉള്ളുനീറി കണ്ണു നനഞ്ഞവർ. ഇക്കഴിഞ്ഞ 50 ദിവസം മുന്നിലൂടെ പല മുഖങ്ങൾ കടന്നുപോയി. ഇടയ്ക്ക് സമരപ്പന്തലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോകുന്നവർ. അങ്ങനെയാണ് കാഞ്ഞിരകുളം സ്വദേശി രാജിയെ കാണുന്നത്. എന്നാൽ രാജിയുടെ സമരത്തിന് ഇന്ന് ഇടവേളകളില്ല. സഹപ്രവർത്തകയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ 2 ദിവസം മുൻപാണ് രാജി നിരാഹാര സമരം ഏറ്റെടുത്തത്. മുൻപത്തെ പോലെ സമരപ്പന്തലിലും മനസ്സ് നിറയെ വീടാണ്. അവിടെ എല്ലാവരും രോഗികളല്ലേ, അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടി തന്നെ. പക്ഷെ അമ്മ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോൻ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവരങ്ങനെ കഴിയുന്നു. കൂടുതൽ ദിവസം കിടക്കണ്ട, 3 ദിവസം കിടന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, പറ്റുന്നത് വരെ നമുക്ക് കിടക്കും. നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ. രോഗബാധിതരായ മാതാപിതാക്കളെയും ഭർത്താവിനെയും മുൻപ് കണ്ടതാണ്. നിരാഹാര സമരത്തിന് തയ്യാറെടുക്കുന്ന മകളെപ്പറ്റി അമ്മ ആശങ്ക അറിയിച്ചതാണ്. ഞാൻ രാത്രിയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എപ്പോഴും വരും. എനിക്കും ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ക്യാൻസറാണ് അസുഖത്തിൻ്റെ ഇത് വെച്ച് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് അതിലൊരുപാട് പൈസയൊക്കെ ചിലവായി. അവൾ വസ്തു പണയം വെച്ചാണ് കുറേ പൈസയൊക്കെ ചിലവാക്കി. സങ്കടം ബാക്കിയെങ്കിലും ഇന്ന് അമ്മയുടെ വാക്കുകളിൽ മക്കൾ അവകാശം നേടണമെന്ന ആഗ്രഹമുണ്ട്. അവളുടെ ആരോഗ്യത്തിന്റെ അനുസരിച്ച് അവൾ കിടക്കട്ടെ. നമുക്കിത് മുമ്പോട്ട് പോകണമെന്നുണ്ടല്ല. ഇത്രയും ശമ്പളം കുറഞ്ഞ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രാവും പകലും രാത്രി ഉറങ്ങി കിടക്കുമ്പോഴുമാണ് സിസ്റ്റർമാർ വിളിക്കുന്നത്. ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ. അതുകൊണ്ട് ശമ്പളം കൂട്ടി കൊടുക്കുന്നവരെ അവർ കിടക്കട്ടെ. വീട് വിട്ടിറങ്ങിയിട്ട് 50 ദിവസം പൂർത്തിയാകുന്നു. നിരാഹാര സമരം തുടങ്ങിയിട്ട് 11ാം ദിവസവും. വിമർശനങ്ങൾ ഉയർന്നു, പല കോണുകളിൽ നിന്ന് അധിക്ഷേപങ്ങളും. ജീവിക്കാനായുള്ള സമരമായതുകൊണ്ടാകാം ഇപ്പോഴും ഇവർ പ്രതീക്ഷയുണ്ടെന്ന വാക്ക് ആവർത്തിക്കുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.